ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നും ഞാനൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ ദുബായ് ലവ് ലേക്കിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് എത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് പുറപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ദുബായിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 2 മണിക്കാണ് സമയത്തിന് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ദുബായിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണി 3:30 കണ്ടിട്ടാണ് നമ്മൾ പുറപ്പെടാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ പുറപ്പെട്ടതിൻ്റെ കാരണം എന്താ വെച്ചാൽ 2 സ്ഥലം കവർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇന്ന് കുറച്ച് നേരത്തെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒന്ന് ലവ് ലേക്കും അതുപോലെ തന്നെ ഒന്ന് എക്സ്പോ ലേക്കുമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം രണ്ടും ഒരേ റൂട്ടിലാണ്, 2 സൈഡിലുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ റാസൽ ഗെയിമിൽ നിന്ന് ദുബായിലേക്ക് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. ഈ ലവ് ലേക്കിൻ്റെ ആ ഭാഗത്തേക്ക് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ പോയാലാണ് നമ്മൾ പ്ലാനൊക്കെ നല്ലപോലെ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്ലാനൊക്കെ പകുതി വഴിയിൽ മൂഞ്ചി പോയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ലവ് ലേക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് റോഡ് അങ്ങോട്ടൊക്കെ മാറി ഇങ്ങോട്ടൊക്കെ മാറി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ കറക്റ്റ് ആ പ്ലേസിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലവ് ലേക്കിൽ വരുന്നത്. ഇതുവരെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. എക്സ്പോ ലേക്കിൽ മുന്നൊരു തവണ കസിനും ഫാമിലിയൊക്കെ വന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്ളോഗിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇത് രണ്ടും ആക്കാം ഇന്നത്തെ വ്ളോഗിൽ എന്ന് കരുതി. അങ്ങനെ നമ്മൾ ലവ് ലേക്കിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ട്. അവിടെ എൻട്രൻസ് ഫീ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ്. അപ്പോൾ പോണ വഴിയിൽ എന്തോരു പക്ഷിനെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഉമ്മാടെ ഏട്ടത്തിയുണ്ട്, ഉമ്മാടെ ഏട്ടത്തിയുടെ ഒരു മരുമകളുണ്ട്, പിന്നെ എൻ്റെ ചെറിയ ബ്രദറിൻ്റെ വൈഫും ഉപ്പയും ഞാനുമാണ് ഉള്ളത്. ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉമ്മ മുന്നേ കണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ലവ് ലേക്കിൽ എത്തിയ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3:45 4 മണി സമയത്ത് നമ്മൾ ലവ് ലേക്കിൽ എത്തിയിട്ടുണ്ട്. സമയമൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം തന്നെ എന്താ പറയുക, ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. എല്ലാത്തിലും കണ്ണിങ്ങനെ ചിമ്മിയ പോലെയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേസിൽ വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മണിയാണ്. നമ്മളിവിടെ ഒരു 3:45 ആയപ്പോൾ ഇതിനെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ആർട്ടിഫിഷ്യൽ ലൈക്കാണ് കേട്ടോ. എന്താണ്, ഒരു മരുഭൂമിയിൽ ഇതുപോലെ പച്ചപ്പൊക്കെ കൊടുന്ന് ഒരു ലൈക്കൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. അല്ലാതെ ഇതിവിടെ നാച്ചുറലായിട്ട് ഉണ്ടായതല്ല, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ. കണ്ണൊന്നും തുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. പക്ഷെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പലരും ബാർബിക്യൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല സ്മെല്ലുണ്ടായിരുന്നു. ചിക്കൻ എന്താ പറയുക, ബാർബിക്യൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഏരിയയിലൊക്കെ നടന്നു. പിന്നെ അങ്ങോട്ട് നടക്കാൻ അങ്ങോട്ട് പറ്റിയല്ല, വെയിൽ നല്ലുണ്ട്. പിന്നെ പകുതിൻ്റെ അവിടുന്ന് ഈ വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് പോകാനുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഷൂ ഒക്കെ നനയുന്നു കരുതിയിട്ട് പിന്നെ അങ്ങനെ നടന്നില്ല. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഡ്രസ്സൊക്കെ നനയണ്ടെന്ന് കരുതിയിട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഓക്കെ നമുക്ക് എക്സ്പോ ലേക്കിൽ പോകാമെന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പോയാൽ ഒരു 4:30 4:45 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ ആ ഒരു സമയത്ത് എക്സ്പോ ലേക്കിൽ പോയാൽ കറക്റ്റ് ആ ഒരു ടൈമിലെത്തും. അങ്ങനെ നമ്മൾ അവിടുന്ന് പോയി. അപ്പോൾ പോകുന്ന വഴിയിൽ ഫ്ലെമിംഗോ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈക്കും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അതൊക്കെ ഫ്ലെമിംഗോസാണ്. പക്ഷേ എന്താ പറയുക, അത്രയും സൂം ചെയ്തിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. കുറച്ച് അത്യാവശ്യം ദൂരെയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ പോയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ എക്സ്പോ ലേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ UAE കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡെസേർട്ട് കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര ചളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ വണ്ടിയൊക്കെ ഇങ്ങനെ താന്നു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാവരും അവിടെ പകുതി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു എന്താ പറയുക, എലന്തപ്പഴമൊക്കെ അല്ലേ, എലന്തപ്പഴം എന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ അതിൻ്റെ ഒരു പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്, കവറിലൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ മൂത്തമ്മയും മാമിയൊക്കെ അത് പൊട്ടിച്ചിട്ട് കവറിലാക്കുകയാണ്. അപ്പോൾ എൻ്റെ 2 മൂത്തന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളെ ഞാൻ പേര് പറയാൻ മറന്നതാണ്. ഉമ്മയുടെ 2 ഏട്ടത്തിമാരുണ്ടായിരുന്നു. മൂത്ത ഏട്ടത്തിയുടെ മരുമകളാണ്
ബ്രദറാണ് കൂടെ ഉള്ളത്. പിന്നെ ഉമ്മയുടെ രണ്ടാമത്തെ ഏട്ടത്തിയും മൂന്നാമത്തെ ഏട്ടത്തിയാണ് ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത്. പിന്നെ എൻ്റെ അമ്മാവൻ്റെ വൈഫ്, ഉമ്മയുടെ ആങ്ങളുടെ വൈഫാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇളന്തപ്പഴം എനിക്കതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമായിട്ടില്ല. ഈ നല്ല പഴുത്തതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ഒരു വൃത്തികെട്ടൊരു ചോവൊക്കെ ആയിരുന്നു. എനിക്ക് തീരെ കണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാമി അതൊക്കെ അത്യാവശ്യം നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ മഴയൊക്കെ പെയ്തിട്ട് ആകെ ചളിയൊക്കെ ആയ കാരണം വണ്ടിയൊന്നും അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലാൻ അവിടെ മൂഞ്ചിയിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ റാസൽ ഖൈമയിലെത്തി. ജാഫുവിൻ്റെ വക ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അവന് ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് റാസൽ ഖൈമയിലെ ഫ്ലെമിംഗോ ബീച്ചിൽ പോയിട്ട് നമ്മൾ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ രണ്ട് കൂട്ടരും ഒരേ സമയത്ത് തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ദുബായിൽ നിന്ന് തിരിച്ച് വന്ന് റാസൽ ഖൈമയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് ബീച്ചിലേക്ക് വരുന്നത്. കാരണം 10 മണിക്കാണ് ജാഫുവിൻ്റെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ബാർബിക്യൂ റെഡിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇത് എപ്പോഴാണ് ആകുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിട്ട്. കാരണം കണലൊക്കെ ഉണ്ടാക്കി കുറച്ച് ടൈം പിടിക്കുമല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് പറ്റില്ലല്ലോ അത്. അങ്ങനെ ജാഫുവിൻ്റെ സ്പെഷ്യൽ ചിക്കൻ മസാലയൊക്കെയാണ്. അപ്പോൾ അവൻ തന്നെയാണ് ഇത് ഫുൾ സെറ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ എല്ലാവരും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വീക്കെൻഡ് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മളെ ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ബീച്ചിൽ കുളിക്കാമെന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷെ അത്യാവശ്യം തണുപ്പും കാറ്റൊക്കെ ആയതുകൊണ്ട് പിന്നെ ആരും ഇറങ്ങിയില്ല. അങ്ങനെ ഇതാ ചിക്കന് പകുതി ആയിട്ടുണ്ട്, ബാക്കി പകുതി കൂടെ ആയോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നാഫി അതിലേക്കുള്ള സാലഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു റൂമിലെത്തിയ സമയത്ത്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ കാണാത്ത വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. സീ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.